ഒരു കാലത്ത് മലബാറുകാരായ ആനപ്രേമികളുടെ അഹങ്കാരവും ആവേശവുമായിരുന്ന ആന. 90കളിൽ മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ ആഘോഷങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന തിടമ്പെഴുന്നള്ളിച്ചിരുന്ന ആന. ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ അഭിമാനമായിരുന്ന തളി നീലകണ്ഠൻ. ആ നീലകണ്ഠൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് വളരെ ദുഃഖത്തോടെയാണ് ആനപ്രേമികൾ ശ്രവിച്ചത്. 1992 ജനുവരി 6 തിരൂര് വെട്ടത്ത് പുതിയങ്ങാട് നേർച്ചയിൽ കൊണ്ടുവന്നതായിരുന്നു ആനയെ. അക്രമാസക്തനായതിനെ തുടർന്ന് പോലീസ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഒരാൾ മരണപ്പെടുകയും 4 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ആനയെ വെടിവെച്ചത്. തളി ദേവസ്വത്തിന്റെ ആനയായ നീലകണ്ഠനെ തിരൂർ വെട്ടത്ത് പുതിയങ്ങാട് യാഹൂം തങ്ങൾ യാറത്തിൽ ചൊവ്വാഴ്ച സമാപിക്കാനിരിക്കുന്ന നേർച്ചയാഘോഷങ്ങൾക്കായി കൊണ്ടുവന്നതായിരുന്നു. മറ്റ് 24 ഗജവീരന്മാരോടൊപ്പം വന്നവനാണ് നീലകണ്ഠൻ. നേർച്ചയോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളിലുള്ളവർ വാദ്യമേളങ്ങളോടെ ഘോഷയാത്രയായി വിവിധ തലങ്ങളിൽ സഞ്ചരിച്ച് പിരിവുകളും വഴിപാടുകളും സ്വീകരിക്കുന്ന ഒരു പതിവ് ഈ നേർച്ചയ്ക്കുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ നീലകണ്ഠനെ എഴുന്നള്ളിച്ച് നടക്കുമ്പോഴാണ് ആന കൂട്ടായിക്കടുത്ത് വെച്ച് അക്രമാസക്തനായത്. സംഭവം അറിഞ്ഞ തിരൂർ സ്റ്റേഷനിലെ പോലീസുകാർ SI മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് കുതിച്ചെത്തുകയായിരുന്നു. ഒരു വീടിന്റെ മതിൽക്കെട്ടിനകത്ത് പരാക്രമം കാണിച്ചിരുന്ന ആന മതിൽ തകർത്ത് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ കയറി മൂത്രപ്പുരയിലുണ്ടായിരുന്ന ഒരാളെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് കുത്തിക്കൊല്ലുകയായിരുന്നു. തുടർന്ന് കൂടി നിന്ന് ജനങ്ങളിലേക്ക് അക്രമാസക്തനായി ഓടിയതിനെ തുടർന്ന് 4 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. സംഭവ സമയത്ത് പോലീസ് ജീപ്പിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കണ്ട ആന ജീപ്പിന് നേരെ പാഞ്ഞടുക്കുമ്പോഴാണ് പോലീസ് ആദ്യ റൗണ്ട് വെടിവെച്ചത്. തുടർന്ന് തഹസിൽദാരുടെ ജീപ്പിന് നേരെയും ആന ഓടുകയുണ്ടായി. ഈ സമയത്ത് തഹസിൽദാരും ഉദ്യോഗസ്ഥരും ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ച ആനയെ SI മുഹമ്മദ് ഷാഫി വെടിവെക്കുകയായിരുന്നു. തുമ്പിക്കൈയുടെ മധ്യഭാഗത്താണ് വെടിയേറ്റത്. വെടിയേറ്റ് രക്തം വാർന്ന് വേദന കൊണ്ട് പുളഞ്ഞ ആന 9 കിലോമീറ്ററോളം ദൂരമുള്ള അഴിമുഖത്തേക്ക് ഓടുകയായിരുന്നു. അഴിമുഖത്ത് എത്തിയതിനു ശേഷം തിരൂർ പൊന്നാനി പുഴയിലൂടെ മറുകര കടക്കാനായിരുന്നു നീലകണ്ഠന്റെ ശ്രമം. ചതുപ്പിൽ താഴ്ന്നുപോയ നീലകണ്ഠൻ ഒരടി പോലും മുന്നോട്ട് വെക്കാനാകാതെ നിശ്ചലനായി നിൽക്കുന്ന സമയത്ത് ബോട്ടിലെത്തിയ പോലീസ് സംഘം നീലകണ്ഠനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഈ സമയം ഏകദേശം രാത്രി 12 മണിക്കാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. AR പാർട്ടിയിലെ റിസർവ് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണന്റെ 2 വെടിയേറ്റാണ് ആന പുഴയിലേക്ക് ചെരിഞ്ഞത്. പുഴയിലേക്ക് വെടിയേറ്റ് വീണ ആനയെ ഫിഷിംഗ് ബോട്ടിന്റെ കയറുകൾ ഉപയോഗിച്ച് രാത്രി 2 മണിയോടുകൂടി കരക്കെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. ഇതുവരെ പറഞ്ഞത് പോലീസ് ഭാഷ്യമാണ്. തളി ക്ഷേത്ര സമിതിക്കും ആനയുടെ 1-ാം പാപ്പാൻ കൃഷ്ണൻകുട്ടിക്കും പറയാനുണ്ടായത് മറ്റൊരു കഥയാണ്. എഴുന്നള്ളിപ്പിനിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ആനയുടെ ജനനേന്ദ്രിയത്തിലേക്ക് ചില സാമൂഹ്യ വിരുദ്ധർ കല്ലെറിയുകയും തുടർന്ന് പ്രകോപിതനായ ആന ആ ചുറ്റുവളപ്പിലെ 5-6 മരങ്ങൾ മറിച്ചിടുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ശാന്തനാവാൻ തുടങ്ങുന്ന സമയത്താണ് സായുധ പോലീസ് എത്തിച്ചേർന്നത്. വീടിന്റെ മതിലിന് പുറത്ത് ഒരുപാട് ആളുകൾ കൂടിയിരുന്നു. മയക്കുവെടി വിദഗ്ധരെ വിളിക്കാൻ ആള് പോയിട്ടുണ്ടെന്നും പോലീസ് വെടിവെക്കരുതെന്നും 1-ാം പാപ്പൻ കേണപേക്ഷിച്ചിട്ടും മതിലിന് പുറത്തിറങ്ങിയാൽ വെടിവെക്കുമെന്നായിരുന്നു പോലീസ് ഭാഷ്യം. ആളുകൾ ബഹളം കൂട്ടുന്നത് ആനയെ വീണ്ടും പ്രകോപിതനാക്കുമെന്നും ദയവായി നിയന്ത്രിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും തങ്ങളുടെ പണിയല്ല എന്നായിരുന്നു പോലീസ് ഭാഷ്യം. രാത്രി 9 മണിവരെ ശാന്തനായിരുന്ന ആന ചില സാമൂഹ്യ വിരുദ്ധർ കല്ലെറിയാനും പന്തം എറിയാനും തുടങ്ങിയ നേരത്താണ് വീണ്ടും പ്രകോപിതനായത്. തീപ്പന്തം ദേഹത്ത് വീണ നീലകണ്ഠൻ പ്രകോപിതനായി പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് വെടിവെക്കുകയായിരുന്നു. കാലിലാണ് വെടിയേറ്റത്. കാലിൽ വെടിയേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ ആന നേരെ പള്ളിയിലേക്കാണ് ഓടിയത്. പള്ളിയിലേക്ക് ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ മുന്നോട്ട് പോകാനാകാതെ തിരിച്ചു വരുന്ന സമയത്താണ് പോലീസ് തുടരെ വെടിവെച്ചത്. തുടർന്ന് പള്ളിയുടെ മൂത്രപ്പുര പൊളിച്ച ആന അതിലുണ്ടായിരുന്ന ഒരാളെ തുമ്പിക്കൈ കൊണ്ട് പൊക്കിയെടുത്ത് കുത്തുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഓടിയ ആന നേരെ പൊന്നാനി പുഴയിലിറങ്ങി മുന്നോട്ട് ചലിക്കാനാകാതെ ചതുപ്പിൽ കുടുങ്ങിയ ആനയെ 1 മണിക്കൂറിനകം
മയക്കുവെടി വിദഗ്ധർ എത്തുമെന്നും അറിയിച്ചിട്ടുകൂടി ബോട്ടിലെത്തിയ പോലീസ് സംഘം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വെടിവെച്ച് കൊന്നതിന് ശേഷം ജഡം സംസ്കരിക്കുന്നത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. കോട്ടായി കടപ്പുറത്ത് ജഡം സംസ്കരിക്കാൻ അനുവദിക്കാതെ നിലമ്പൂരിലെത്തിച്ചാണ് ജഡം സംസ്കരിച്ചത്. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ മാനേജരെ 6 മണിക്കൂറോളം തടഞ്ഞു വെക്കുകയും ചെയ്തു പോലീസ്. സബ് ഇൻസ്പെക്ടർ ജീവകാരുണ്യപരമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആനയെ വെടിവെച്ചു കൊല്ലുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും ബഹളം വെച്ച ജനങ്ങളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഈ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്നും കാണിച്ച് തളി ദേവസ്വം 8.5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. സംഭവം നടന്നിട്ട് 33 വർഷം കഴിഞ്ഞെങ്കിലും മലബാറുകാരായ ആനപ്രേമികളുടെ മനസ്സിൽ, കോഴിക്കോട്ടുകാരായ നീലകണ്ഠൻ ആരാധകരുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകളുമായി നീലകണ്ഠൻ ഇന്നും ജീവിക്കുന്നു. ഞാൻ രഞ്ജിത്ത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് എഴുതുക. നന്ദി.